ഹായ് ഗായ്സ്, ഇറ്റ്സ് മീ ഡോക്ടർ ബിലാൽ. ഒരു MBBS ആസ്പിരൻറ്റ് ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ റിഗ്രറ്റ് ചെയ്യുന്ന, ഏറ്റവും കൂടുതൽ സങ്കടപ്പെടുന്ന മൊമെൻ്റ് ഏതാണെന്ന് അറിയോ? കഴിഞ്ഞ 7 വർഷത്തോളമായിട്ട് എൻട്രൻസ് കോച്ചിങ് മേഖലയിൽ വർക്ക് ചെയ്യുന്ന ഒരാളെന്ന നിലയിലും അതിനപ്പുറത്ത് എൻട്രൻസ് ഒക്കെ എഴുതി റാങ്ക് വാങ്ങിയ എൻ്റെ അനുഭവം വെച്ചും ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളൊരു കാര്യം, എൻ്റെ ഫ്രണ്ട്സിൻ്റെ ഒക്കെ എനിക്ക് അറിയാവുന്നതാണ്. നിങ്ങളെക്കാൾ 1 or 2 റാങ്ക് അല്ലെങ്കിൽ 2 or 3 ഒക്കെ റാങ്ക് മാത്രം മുന്നിലുള്ള ആളുകൾക്ക് MBBSന് അഡ്മിഷൻ കിട്ടുകയും അതേ സമയത്ത് വെറും 1 or 2 or 3 ഒക്കെ റാങ്കിൻ്റെ മാത്രം വ്യത്യാസത്തിൽ നിങ്ങൾക്ക് MBBS സീറ്റ് കിട്ടാതിരിക്കുകയും ചെയ്യുന്ന ഒരവസ്ഥയാണ്. കുറച്ചുകൂടെ ഇത്തിരി കൂടെ നന്നായി പഠിച്ചിരുന്നെങ്കിൽ, കുറച്ചുകൂടെ അധിക സമയം സ്പെൻഡ് ചെയ്തിരുന്നെങ്കിൽ, കുറച്ചുകൂടെ നേരത്തെ പഠനം തുടങ്ങിയിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് പറഞ്ഞ് സങ്കടപ്പെടുന്ന ഒരുപാട് മനുഷ്യന്മാരെ ഞാൻ കഴിഞ്ഞ കുറേ വർഷങ്ങളിൽ കണ്ടിട്ടുണ്ട്. ഇതിപ്പോൾ എന്തിനാണ് സാറ് പറയുന്നത് എന്നായിരിക്കും നിങ്ങൾ ആലോചിക്കുന്നത്. പറഞ്ഞു തരാം. നോക്കൂ, നിങ്ങളിൽ പലരും ഇപ്പോൾ +2 എക്സാം കഴിഞ്ഞ് സീരിയസ് ആയിട്ട് അടുത്തൊരു വർഷം നീറ്റിൻ്റെ പ്രിപ്പറേഷൻ ഉദ്ദേശിക്കുന്ന ആളുകളുണ്ടാവും അല്ലേ? നോക്കൂ, ആ കൂട്ടത്തിൽ കുറേ കുട്ടികൾ എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറേ പേരൊക്കെ പറഞ്ഞ കാര്യം എന്താണെന്നറിയോ, ഇൻസ്റ്റാഗ്രാമിലൊക്കെ, സാറേ ഞങ്ങൾ ഈ ഒരു മാസം +2 എക്സാം കഴിഞ്ഞിട്ടുള്ളൊരു മാസം കുറച്ച് നന്നായി അടിച്ചു പൊളിച്ച് കുറച്ചൊന്ന് എൻജോയ് ഒക്കെ ചെയ്ത് നടന്നിട്ട് പിന്നീട് ഒരു വർഷം സീരിയസ് ആയിരുന്ന് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞിട്ട് നീറ്റിന് റാങ്ക് അടിക്കാമല്ലോ, അതല്ലേ നല്ലതെന്ന് കുറേ ആൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ പ്രിയപ്പെട്ട കുട്ടികളെ, എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ നീറ്റിന് സീരിയസ് ആയിട്ട് അടുത്ത വർഷം റാങ്ക് അടിക്കണമെന്ന് ആഗ്രഹിക്കുന്ന കുട്ടികളാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ നിങ്ങളുടെ പ്രിപ്പറേഷൻ റൈറ്റ് നൗ ഇറ്റ്സെൽഫ് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങണം. നിങ്ങളുടെ വെക്കേഷൻ സമയത്ത് കൃത്യമായ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്താൽ മാത്രമേ, അത് കൃത്യമായിട്ടുള്ള ഒരു ക്രാഷ് കോഴ്സിന് ജോയിൻ ചെയ്ത് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് റിപ്പീറ്റ് ചെയ്താൽ എന്തായാലും റാങ്കിലേക്ക് വരാൻ പറ്റുള്ളൂ ഇൻ മെജോറിറ്റി കേസസ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഒരു വർഷത്തെ എൻട്രൻസ് റിപ്പീറ്റ് കൊണ്ട് ഒരു വർഷമൊന്നും ഉണ്ടാവില്ല, ഒരു വർഷത്തിൽ കുറഞ്ഞ സമയത്തിനകത്ത് തന്നെ നിങ്ങൾ +1ലെയും +2ലെയും കംപ്ലീറ്റ് ടോപ്പിക്സ്, അതും അതിൻ്റെ ഏറ്റവും ഹൈ ലെവലിൽ, നമ്മൾ സാധാരണ സ്കൂൾ പഠിച്ച ഒരു ലെവലേ ആയിരിക്കില്ല, അതിനപ്പുറത്ത് ഒബ്ജക്റ്റീവ് ലെവലിൽ ഫിസിക്സും കെമിസ്ട്രിയും ഒക്കെ മനസ്സിലാക്കിയെടുക്കാൻ നമുക്ക് ഒരുപാട് സമയം വേണ്ടി വരും, ഒരുപാട് എഫേർട്ട് വേണ്ടി വരും. ആൻഡ് ആ ഒരു പഠനം തന്നെ എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു രീതിയിലാണ് മുന്നോട്ട് പോവുക. അപ്പോൾ ആ സമയത്ത് നിങ്ങൾക്ക് ഈ വർഷമല്ല, അടുത്ത വർഷം എൻട്രൻസിന് അഡ്മിഷൻ, അടുത്ത വർഷം MBBSന് നിങ്ങൾ അഡ്മിഷൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പോലും ഉറപ്പായിട്ടും നിങ്ങളിപ്പോൾ ഈ ഒരു സമയത്തെ പ്രിപ്പറേഷൻ പോലും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഈ ക്രാഷിൻ്റെ സമയത്ത് നിങ്ങളിപ്പോൾ ഈ വർഷം MBBSന് ജോയിൻ ചെയ്യാൻ അഡ്മിഷൻ കിട്ടിയില്ലെങ്കിലും ഈ ക്രാഷിൻ്റെ സമയത്ത് നിങ്ങൾ അക്വയർ ചെയ്യുന്ന ഒരുപാട് ഇൻഫർമേഷൻ നിങ്ങളെ കുറച്ചുകൂടെ നന്നായിട്ട് ആ ഒരു ട്രാക്കിലേക്ക് കൊണ്ടുവരാൻ, കുറച്ചുകൂടെ വളരെയധികം, ഒരു ക്രാഷിന് പോവാത്ത കുട്ടിയും ക്രാഷിന് പോയ കുട്ടിയും തമ്മിലുള്ള ഡിഫറൻസ് ചോദിച്ചാൽ ഞാൻ പറയും ഇത്രയും തമ്മിലുള്ള വ്യത്യാസം ഉണ്ടാവുമെന്ന്. കാരണം നിങ്ങൾ റിപ്പീറ്റ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ, ഒന്നുമില്ലാതെ അങ്ങ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു എന്താ പറയുക, ആ ഒരു പഠനത്തിലേക്ക് അങ്ങ് അങ്ങ് ഇഴുകിച്ചേരാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. പക്ഷെ നിങ്ങളൊരു ക്രാഷ് പീരീഡിലൂടെ, ഒരു ക്രാഷ് കോഴ്സിലൂടെ കടന്നു പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ടോപ്പിക്സിനെ കുറിച്ചൊക്കെ അത്യാവശ്യം ഒരു ധാരണ ഉണ്ടാകും. ആ ധാരണകൾ ബേസ് ചെയ്തുകൊണ്ട്, ആ ധാരണകൾക്ക് പുറത്ത് നിങ്ങൾക്ക് നന്നായിട്ട് ബിൽഡപ്പ് ചെയ്യാൻ സാധിക്കും. നിങ്ങൾക്ക് കുറച്ചുകൂടെ നന്നായിട്ട് എൻട്രൻസ് കോച്ചിങ് കാലം മുന്നോട്ട് കൊണ്ടുപോകാനും കാര്യങ്ങൾ മനസ്സിലാക്കാനൊക്കെ പറ്റും. അല്ല എങ്കിൽ നിങ്ങൾ ആദ്യമായിട്ട് കോച്ചിങ്ങിന് അങ്ങ് കയറി ചെല്ലുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്നൊന്നും മനസ്സിലാവില്ല. അങ്ങനെ നിങ്ങൾ ആദ്യമേ നെഗറ്റീവ് അടിക്കും, ആദ്യമേ റിഗ്രറ്റ് അടിക്കും, ആദ്യമേ ബാക്കിലോട്ട് പോകും. നിങ്ങളുടെ പഠനം മൊത്തത്തിൽ ബാക്കിലോട്ട് പോകാനും നിങ്ങളുടെ എൻട്രൻസിലെ റാങ്ക്, നിങ്ങളുടെ അടുത്തൊരു വർഷത്തെ പ്രിപ്പറേഷൻ മുഴുവൻ ജസ്റ്റ് ഒരു ഫ്ലൂട്ടൈൽ ബിസിനസ്, ഒരു ഉപകാരമില്ലാത്ത ഒരു പ്രവർത്തനമായി തീരാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് സീരിയസ് ആയിട്ട് നിങ്ങൾ നീറ്റിന് അടുത്ത വർഷം കേരളത്തിലോ ഇന്ത്യയിലെയും ഏതെങ്കിലും ഒരു മെഡിക്കൽ കോളേജിൽ അഡ്മിഷൻ, 1 റാങ്കോ 2 റാങ്കോ ഒന്നുമില്ല, ഏതെങ്കിലും ഒരു കോളേജിൽ അഡ്മിഷൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ ഈ ഒരു കാലത്ത്, ഈ ഒരു വെക്കേഷൻ കാലത്ത് ക്രാഷ് കോഴ്സിന് എവിടെയെങ്കിലും മസ്റ്റായിട്ട് ജോയിൻ ചെയ്യണം. സോ ആ ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുള്ളത്. ആൻഡ് ലുക്ക്, വൺ മോർ തിങ്, ഓഫ് കോഴ്സ് എജുപോർട്ട് ഒരു അടിപൊളി ക്രാഷ് കോഴ്സ് തയ്യാറാക്കിയിട്ടുണ്ട്. ഇന്ത്യയിൽ ഇന്ന് ഏറ്റവും അവൈലബിൾ ആയതിൽ വെച്ച് ബെസ്റ്റ് സ്റ്റഡി മെറ്റീരിയലും ബെസ്റ്റ് അഡാപ്റ്റീവ് ലേണിംഗ് സിസ്റ്റവും ഇന്ത്യയിൽ തന്നെ എനിക്ക് തോന്നുന്നു എജുപോർട്ടിൻ്റെ അടുത്ത് മാത്രമുള്ള ഒരു സംവിധാനമാണ് ഈ അഡാപ്റ്റീവ് ലേണിംഗ് എന്ന് പറയുന്നത്. ആൻഡ് വിത്ത് അടിപൊളി ടീച്ചേഴ്സും ഒരുപാട് ഓഫ്ലൈൻ സെൻറ്ററുകളിൽ നിങ്ങൾക്ക് എക്സാം എഴുതി പ്രാക്ടീസ് ചെയ്യാനുള്ള, നിങ്ങളുടെയൊക്കെ കേരളത്തിലെ 70 സിറ്റികളിലധികം സ്ഥലങ്ങളിൽ നിങ്ങൾക്ക് എക്സാം എഴുതി പ്രിപ്പയർ ചെയ്യാനും ഒക്കെ സൗകര്യം ഒരുക്കിയിട്ടുള്ള ഒരു അടിപൊളി ഓൺലൈൻ ക്രാഷ് കോഴ്സ്, അതും വളരെ ചുരുങ്ങിയ പൈസക്ക് നിങ്ങൾക്ക് ലഭ്യമാവുന്ന രീതിയിൽ എജുപോർട്ട് ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് എന്ന് തോന്നുന്ന സ്ഥലത്ത് നിങ്ങൾ ക്രാഷിന് ജോയിൻ ചെയ്യണം. ആൻഡ് എജുപോർട്ടിൻ്റെ ക്രാഷ് കോഴ്സിനെ കുറിച്ച് കൂടുതൽ വീഡിയോസ് നമ്മുടെ ചാനലിൽ അവൈലബിൾ ആണ്. അത് കണ്ട് എജുപോർട്ടിൻ്റെ ക്രാഷ് കോഴ്സ് ബെറ്റർ ആണ്, ബെസ്റ്റ് ആണ് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും എജുപോർട്ടിലേക്ക്
ഫീഡ്ബാക്ക് പോര് നിങ്ങളെ ഗൈഡ് ചെയ്യാൻ, നിങ്ങളെ സീറോയിൽ നിന്ന് ഹീറോകളാക്കി മാറ്റാൻ എജുപോർട്ടിൽ ഞങ്ങളുണ്ട്, ഞാനുണ്ട്, എൻ്റെ കൂടെയുള്ള ഒരുപാട് ഡോക്ടർമാരോ എഞ്ചിനീയർമാരോ ഒക്കെ അടങ്ങുന്ന ഒരു അടിപൊളി വിങ്, അടിപൊളി ടീച്ചേഴ്സിൻ്റെ 10 വർഷത്തിലധികം എക്സ്പീരിയൻസ് ഉള്ള ടീച്ചേഴ്സും അതുപോലെ തന്നെ അല്ലെങ്കിൽ ഇതുപോലെ MBBS അല്ലെങ്കിൽ NIT-യിൽ നിന്നോ IIT-യിൽ നിന്നൊക്കെ ഗ്രാജുവേറ്റ് ചെയ്തിട്ടുള്ള അധ്യാപകരുമാണ് നിങ്ങളെ പഠിപ്പിക്കാൻ ഇവിടെ ഉണ്ടാവുക. എല്ലാ സമയത്തും നമ്മുടെ സേവനം നിങ്ങളുടെ കൂടെ ഉണ്ടാവും. സോ ഗൈസ്, ഓൾ ദി ബെസ്റ്റ്. എല്ലാവരും തന്നെ നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. നീറ്റിന് നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു മെഡിക്കൽ കോളേജിൽ അഡ്മിഷൻ എടുത്ത് സ്റ്റെതസ്കോപ്പ് ഒക്കെ ഇങ്ങനെ കഴുത്തിലിട്ട് നമ്മുടെ കുടുംബക്കാരുടെയും നമ്മളെ ഇങ്ങനെ നോക്കുന്ന മനുഷ്യരുടെയൊക്കെ മുന്നിലല്ലേ, നമ്മുടെ നാട്ടുകാരുടെയൊക്കെ മുന്നിൽ നമുക്ക് അഭിമാനത്തോടെ നടക്കാൻ നിങ്ങൾക്ക് എല്ലാവർക്കും പറ്റട്ടെ, നമുക്കൊക്കെ പറ്റണം. സോ ദാറ്റ്സ് ഇറ്റ് ഗൈസ്. ആൻഡ് വൺ മോർ തിങ്, ക്രാഷിന് ശേഷം എഡ്യൂപോർട്ടിൻ്റെ ഒരു അടിപൊളി റിപ്പീറ്റേഴ്സ് കോഴ്സ് കൂടി ഉണ്ട് കേട്ടോ. എഡ്യൂപോർട്ടിൻ്റെ റിപ്പീറ്റേഴ്സ് ക്യാമ്പസിനെ കുറിച്ചുള്ള ഒരുപാട് വീഡിയോകൾ, ഒരുപാട് കാര്യങ്ങൾ, എന്തൊക്കെയാണ് നമ്മൾ റിപ്പീറ്ററിൽ എക്സ്ട്രാ ആയിട്ട് ചെയ്യാൻ പോകുന്നത്, നമ്മുടെ ഫാക്കൽറ്റീസിനെ കുറിച്ച് ഒക്കെയുള്ള കാര്യങ്ങൾ നമ്മുടെ ചാനലിലുണ്ട്. അപ്പോൾ നിങ്ങളൊരു വൈസ് ഡിസിഷൻ എടുക്കണം. എവിടെയെങ്കിലും വെറുതെ ജോയിൻ ചെയ്തിട്ട് നമുക്ക് റിഗ്രറ്റ് അടിക്കേണ്ടി വരരുത്. ഏറ്റവും ബെസ്റ്റ് സ്ഥലത്ത്, കാരണം നമ്മുടെ ജീവിതത്തിലെ വലിയൊരു ചോയ്സാണ് എൻട്രൻസ് കോച്ചിങ് എന്ന് പറയുന്നത്. വലിയൊരു ഒരു റിസ്ക് ആണ്, ശരിക്കും ഒരു റിസ്ക് ടേക്കിംഗ് ആണ്. നിങ്ങളൊരു ജീവിതത്തിൽ വലിയ റിസ്ക് എടുക്കാൻ പോകണം അടുത്തൊരു വർഷത്തേക്ക്. അപ്പോൾ ഏറ്റവും ബെസ്റ്റ് സ്ഥലത്തായിരിക്കണം നിങ്ങൾ ചേരുന്നത്. ഏറ്റവും ബെസ്റ്റ് ഫാക്കൽറ്റികളുള്ള, ഏറ്റവും ബെസ്റ്റ് സംവിധാനങ്ങളുള്ള, ഏറ്റവും ബെസ്റ്റ് സിസ്റ്റമുള്ള, ഏറ്റവും ബെസ്റ്റ് ട്രാക്ക് റെക്കോർഡുള്ള സ്ഥലത്തായിരിക്കണം നിങ്ങൾ ജോയിൻ ചെയ്യേണ്ടത്. അപ്പോൾ അത്തരത്തിലൊരു അടിപൊളി സംവിധാനമാണ് എഡ്യൂപോർട്ട് നിങ്ങൾക്ക് ഒരുക്കിയിട്ടുള്ളത്. ഓക്കെ, സോ ഓൾ ദി ബെസ്റ്റ് ഗൈസ്. ബൈ ബൈ.